ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് റൈസ് ഓഫ് മഗധയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ BC 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന മഹാജനപദങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലേ. അപ്പോൾ ഈ BC 6-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്ന ഈ മഹാജനപദങ്ങൾ ഓരോന്നും പരസ്പരം കലഹിച്ചും സമന്വയിച്ചും കീഴടക്കിയുമൊക്കെ അവസാനം 4 മഹാജനപദങ്ങൾ മാത്രമായിട്ട് മാറുന്നു. മഗധ, കോസല, അവന്തി, വത്സ തുടങ്ങിയിട്ടുള്ളവയായിരുന്നു ഈ പറയപ്പെട്ട 4 പ്രബല മഹാജനപദങ്ങൾ. ഈ 4 മഹാജനപദങ്ങളും എഗെയിൻ ഇവർ പരസ്പരം കലഹിക്കാനും അതുകൂടാതെ കീഴടക്കാനുമൊക്കെ ശ്രമിച്ചു. അതിൽ ആത്യന്തിക വിജയം കൈവരിച്ചത് മഗധയായിരുന്നു. അപ്പോൾ BC 6-ാം നൂറ്റാണ്ട് മുതൽ BC 4-ാം നൂറ്റാണ്ട് വരെ ഇങ്ങനെ പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്ന ഈ 4 മഹാജനപദങ്ങളിൽ ആത്യന്തിക വിജയം കൈവരിച്ചുകൊണ്ട് ഒരു പ്രബല ശക്തിയായിട്ട് മാറിയത് മഗധ ആയിരുന്നു. അപ്പോൾ ഈ BC 6-ാം നൂറ്റാണ്ട് മുതൽ അല്ലെങ്കിൽ BC 4-ാം നൂറ്റാണ്ട് മുതൽ ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായിട്ടുള്ള ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ ഒരു എംപയർ, ഒരു കിങ്ഡം എന്ന് പറയുന്ന ആ ഒരു ഫോമിലേക്ക് നമ്മളുടെ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ ഹിസ്റ്ററിയെ മാറ്റിയെടുത്തത് ഈ മഗധയാണ്. ഈ മഗധയിൽ ഉയർന്നു വന്നിട്ടുള്ള മഹാശക്തികളായിട്ടുള്ള ഓരോ കിങ്ഡംസുകളും ഇന്ത്യൻ ഹിസ്റ്ററിക്ക് പുതിയ പുതിയ ചരിത്രങ്ങൾ നൽകുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പ്രധാനമായിട്ടും ഈ മഗധയിൽ 3 ഡൈനാസ്റ്റികൾ ഉണ്ടായിരുന്നു. അതായത് ഹര്യങ്ക ഡൈനാസ്റ്റി, അതുപോലെ തന്നെ ശിശുനാഗ ഡൈനാസ്റ്റി, അതുപോലെ തന്നെ നന്ദ ഡൈനാസ്റ്റി. അതിനുശേഷമാണ് ഇന്ത്യ കണ്ട എക്കാലത്തെയും ആദ്യത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു സെൻട്രലൈസ്ഡ്, ഒരു പവർഫുൾ ആയിട്ടുള്ള കിങ്ഡമായിട്ടുള്ള അല്ലെങ്കിൽ എംപയർ ആയിട്ടുള്ള മൗര്യൻ എംപയർ ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ ഈ മഗധ എന്ന് പറയുന്നത് വളരെ പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയായിരുന്നു ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. ഇന്നത്തെ ബീഹാറിലാണ് മഗധ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ മഗധ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ മഗധൻ മഹാജനപദത്തെക്കുറിച്ച് നമുക്ക് രാമായണത്തിലും മഹാഭാരതത്തിലും പരാമർശങ്ങൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജൈനിസ്റ്റ്, ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിലും നമ്മൾ ഈ മഗധൻ മഹാജനപദത്തെക്കുറിച്ചിട്ടുള്ള പരാമർശങ്ങൾ കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള 2 റിലീജിയൻ ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ. ഒന്ന് ബുദ്ധിസവും ഒന്ന് ജൈനിസവുമാണ്. ഈ 2 പുതിയ മതങ്ങളുടെയും ആവിർഭാവം എന്ന് പറയുന്നത് ഈ പറയുന്ന മഗധയിൽ വെച്ചിട്ടായിരുന്നു. അതുകൂടാതെ മഗധയിൽ തന്നെയാണ് ആൻഷ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷനുള്ള ഭരണകൂടമായിട്ടുള്ള മൗര്യൻ എംപയറിൻ്റെ ആവിർഭാവവും നടക്കുന്നത്. അതുമാത്രമല്ല ആൻഷ്യൻ ഇന്ത്യൻ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള സയൻസ് ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, അതുകൂടാതെ ആസ്ട്രോണമി ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, ഫിലോസഫി ആയിക്കോട്ടെ, ഇതിനെല്ലാം തന്നെ വളരെ വലിയ രീതിയിലുള്ള സംഭാവന നൽകിയിട്ടുള്ള ഒരു കിങ്ഡം കൂടിയാണ് മഗധൻ കിങ്ഡം അല്ലെങ്കിൽ മഗധൻ എംപയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റൈസ് ഓഫ് മഗധയ്ക്ക് ചില ഘടകങ്ങളുണ്ട്. എന്തിൻ്റെ ഘടകങ്ങളായിരിക്കും ഉണ്ടാവാം? ഈ മഗധ ഉയർന്നു വരാൻ, അതായത് നമ്മൾ ഈ പറയപ്പെട്ട 16 മഹാജനപദങ്ങളിൽ നിന്നും 4 മഹാജനപദങ്ങളായിട്ടും ഈ 4 മഹാജനപദങ്ങളിൽ നിന്നും ഒരു പ്രബല ശക്തിയായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കിങ്ഡമായിട്ടും ഉയർന്നു വരണമെന്നുണ്ടെങ്കിൽ അതിന് മഗധയെ സഹായിച്ചിട്ടുള്ള ചില ഫാക്ടേഴ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫാക്ടേഴ്സുകളെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പൊളിറ്റിക്കൽ ഫാക്ടേഴ്സുകളെന്നും, കൾച്ചറൽ ഫാക്ടേഴ്സുകളെന്നും, എക്കണോമിക് ഫാക്ടേഴ്സുകളെന്നും, അതുപോലെ തന്നെ മറ്റ് മഹാജനപദങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഒരു സ്ട്രാറ്റജിക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ലൊക്കേഷനായിരുന്നു മഗധയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അതായത് മഗധ ഗാൻജറ്റിക് വാലിയുടെ ലോവർ ആൻഡ് അപ്പർ ഭാഗങ്ങളിലായിട്ടായിരുന്നു ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മാത്രമല്ല വെസ്റ്റ് ഇന്ത്യയുടെയും ഈസ്റ്റ് ഇന്ത്യക്കും ഇടയിലുള്ള ഒരു മെയിൻ ലാൻഡ് റൂട്ട് കൂടിയായിരുന്നു മഗധ എന്ന് പറയുന്നത്. കൂടാതെ 3 നദികളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയായിരുന്നു മഗധ. അപ്പോൾ ഇങ്ങനെ 3 നദികൾ ചുറ്റപ്പെടുമ്പോൾ പുറമേ നിന്നുള്ള ശക്തികൾക്ക് അല്ലെങ്കിൽ ഇൻവേഡേഴ്സിന് എന്ത് ചെയ്യാൻ സാധിക്കില്ല? മഗധയിലേക്ക് പെട്ടെന്നൊരു കടന്നുകയറ്റം സാധ്യമായിരുന്നില്ല. ഇത് മഗധയുടെ ഒരു സുരക്ഷിതത്വത്തിന് വളരെ സഹായകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയായിരുന്നു. അതുമാത്രമല്ല മഗധയുടെ തലസ്ഥാനങ്ങളായിരുന്ന രാജഗൃഹമാകട്ടെ പാടലിപുത്രമാകട്ടെ, ഇത് രണ്ടും വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ കൂടിയായിരുന്നു. ഇനി എന്തൊക്കെയാണ് ഈ എക്കണോമിക് ഫാക്ടേഴ്സുകൾ നമുക്ക് നോക്കാം. മഗധ
അയൺ ആൻഡ് കോപ്പർ ഡെപ്പോസിറ്റ് ഉള്ള ഒരു പ്രദേശമായിരുന്നു. ഇപ്പോൾ ഈ അയൺ ആൻഡ് കോപ്പർ ഡെപ്പോസിറ്റോട് കൂടിയിട്ട് തന്നെ അവിടെ വളരെ വലിയ രീതിയിലുള്ള വാണിജ്യവും വ്യാപാരവും സമൃദ്ധമായിരുന്നു. അതുമാത്രമല്ല, മഗധ എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ട് ഉള്ള ഒരു കൺട്രോൾ ഓഫ് ട്രേഡിൻ്റെ സെൻറ്റർ കൂടിയായിരുന്നു മഗധ എന്ന് പറയുന്നത്. അതുകൂടാതെ ഇവിടെ അഗ്രികൾച്ചർ, മൈനിങ്, ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറുകൾ, അതുപോലെ തന്നെ സിറ്റികൾ, ആർമി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് മഗധയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൂടാതെ ഗംഗ വാലിയിലായതുകൊണ്ട് തന്നെ, അതുകൂടാതെ മറ്റു 3 നദികളും ചുറ്റപ്പെട്ടൊരിടമായതുകൊണ്ട് തന്നെ ഇവിടെ മഗധയ്ക്ക് ഒരു സ്ട്രാറ്റജിക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്, പ്രത്യേകിച്ച് ട്രേഡിൽ. അപ്പം ഇത്രയൊക്കെയാണ് എക്കണോമിക് ഫാക്ടേഴ്സുകളിൽ വരുന്നത്. ഇനി നമ്മൾ കൾച്ചറൽ ഫാക്ടേഴ്സ് പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് പറയാം? ഇവിടെ മഗധൻ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതൊരു അൺഓർത്തഡോക്സ് സൊസൈറ്റി ആയിരുന്നു. ഇപ്പം നമുക്കറിയാം, ലേറ്റർ വേദിക് കാലഘട്ടം മുതൽ, പ്രത്യേകിച്ച് ഈ പറയപ്പെടുന്ന 6-ാം നൂറ്റാണ്ടാകട്ടെ അതല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ടാകട്ടെ, ആ ഒരു കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ബ്രാഹ്മൺസിൻ്റെ ശക്തമായിട്ടുള്ള ആധിപത്യം സമൂഹത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സമൂഹത്തിലെ ഏതൊരു മേഖല എടുത്ത് നോക്കുന്ന സമയത്തും നമുക്ക് ഇവിടെ ബ്രാഹ്മണന്മാരുടെ വളരെ വലിയ രീതിയിലുള്ള ശക്തമായിട്ടുള്ള ആധിപത്യം, ഡൊമിനൻസ്, സൂപ്പർമസി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ മഗധയിലാണെങ്കിൽ ഇതൊരു അൺഓർത്തഡോക്സ് സൊസൈറ്റി ആയിരുന്നു. ഇവിടെ നമ്മൾ മറ്റ് ഭാഗങ്ങൾ കാണുന്നത് പോലെ വളരെ ശക്തമായ രീതിയിലുള്ള ഒരു ബ്രാഹ്മണിക് സൂപ്പർമസി നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. അതുകൂടാതെ ഇവിടെ മഗധയിൽ ആര്യൻ ആൻഡ് നോൺ ആര്യൻ പീപ്പിൾസിൻ്റെ ഒരു മിക്സ്ചറും കൂടിയാണ് ഉണ്ടായിരുന്നത്. അതുകൂടാതെ ജൈനിസം, ബുദ്ധിസം തുടങ്ങിയിട്ടുള്ള റെവല്യൂഷണറി റിലീജിയസുകളും ഇവിടെയാണ് ഉയർന്നു വരുന്നത്. ഈ ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും ലിബറൽ തോട്ട്സുകൾ, ലിബറൽ ട്രഡീഷൻസുകൾ, ലിബറൽ ഫിലോസഫീസുകളൊക്കെ ഉയർന്നു വന്നതും അതാദ്യം സ്വീകരിച്ചതും ഈ മഗധയിലെ ജനങ്ങൾ തന്നെയാണ്. ഇനി മറ്റൊന്നാണ് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്നത് പൊളിറ്റിക്കൽ ഫാക്ടേഴ്സുകളാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും പൊളിറ്റിക്കൽ ഫാക്ടേഴ്സിൽ വരുന്നവ? ഞാൻ നേരത്തെ പറഞ്ഞു, ആൻഷ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ കിങ്ഡം, എംപയർ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയാണ്? മഗധയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഗധയിൽ വളരെ ആംബിഷ്യസ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള രാജാക്കന്മാർ ഭരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഓരോ രാജാക്കന്മാർക്കും വളരെ സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡിങ് ആർമിയും നിലവിലുണ്ടായിരുന്നു. അതുകൂടാതെ നമ്മൾ പറഞ്ഞു, ഇവിടെ വലിയ രീതിയിലുള്ള കോപ്പർ ആൻഡ് അയൺ ഡെപ്പോസിറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെപ്പണറീസ് എപ്പോഴും അഡ്വാൻസ്ഡ് ആയിരുന്നു അല്ലെ. ഇപ്പോൾ നമുക്ക് ആലോചിച്ചാൽ അറിയാം, അയണിൻ്റെ ഒക്കെ ശേഖരം നന്നായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ അയൺസ് ഉപയോഗിച്ചുകൊണ്ട് പുതിയ പുതിയ വെപ്പൺസുകൾ ഉണ്ടാക്കാം അല്ലെ. വലിയ ടെക്നോളജീസ് കൊണ്ടുവരാം, അഡ്വാൻസ്മെൻറ്റ്സുകൾ ഈ പറയുന്ന വെപ്പൺസുകളിൽ, ടൂൾസുകളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അത് കൾട്ടിവേഷൻ ആയിക്കോട്ടെ, അതല്ല വാർഫെയറിന് വേണ്ടിയിട്ടുള്ളവയായിക്കോട്ടെ, മറ്റ് എക്കണോമിക് ആവശ്യങ്ങൾക്കായിക്കോട്ടെ, എല്ലാത്തരം ആവശ്യങ്ങൾക്കും ഈ പറയപ്പെടുന്ന കോപ്പർ ആൻഡ് അയൺ ഡെപ്പോസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എന്തായിരുന്നു, അവിടുത്തെ വെപ്പൺസുകളും ബാക്കി കാര്യങ്ങളുമൊക്കെ കുറച്ചുകൂടെ മറ്റ് ഭാഗങ്ങളെ അപേക്ഷിച്ച് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിരുന്നു. അതുകൂടാതെ ഈ മഗധയിലാണ് ആദ്യമായിട്ട് ആനകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആർമിയും ആരംഭിക്കുന്നത്. മാത്രമല്ല ഒരു ഗുഡ് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, മഗധയിലാണ് ആദ്യമായിട്ട് കിങ്ഡങ്ങൾ, എംപയേഴ്സുകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ശക്തമായിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, സ്ട്രോങ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റവും ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ മഗധയിലെ പ്രധാനപ്പെട്ട എംപയേഴ്സുകളെ, കിങ്ഡംസുകളെ, ആരൊക്കെയാണ് മഗധൻ എംപയേഴ്സിലെ പ്രധാനപ്പെട്ട റൂളേഴ്സുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മഗധൻ കിങ്ഡത്തിലെ ആദ്യത്തെ രാജവംശമാണ് ഹര്യങ്ക ഡൈനാസ്റ്റി. ഈ ഹര്യങ്ക ഡൈനാസ്റ്റിയുടെ സ്ഥാപകൻ ബിംബിസാരനാണ്. ഈ ബിംബിസാരൻ ആരായിരുന്നു? ഭാട്ടിയുടെ മകനായിരുന്നു ബിംബിസാര. അദ്ദേഹം ഏകദേശം 52 വർഷക്കാലത്തോളം ഹര്യങ്ക ഡൈനാസ്റ്റിയുടെ കീഴിൽ മഗധ ഭരിച്ചു. ഏകദേശം BC 544 മുതൽ BC 492 വരെയുള്ള കാലഘട്ടത്തിലാണ് ബിംബിസാരൻ മഗധ ഭരിച്ചിരുന്നത്. അദ്ദേഹം ഗൗതമ ബുദ്ധൻ്റെയും വർദ്ധമാന മഹാവീരൻ്റെയും കണ്ടംപററി ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. മാത്രമല്ല ബിംബിസാരനാണ് ഏൻഷ്യൻ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു എക്സലൻ്റ് ആയിട്ടുള്ള സ്റ്റാൻഡിങ് ആർമിയെ കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിൻ്റെ കീഴിൽ എന്ത് ചെയ്യുന്നുണ്ട്? മഗധ എന്ന് പറയുന്ന മഹാജനപദ ഒരു സൂപ്പർ പവറായിട്ട് മാറുന്നു. അതുമാത്രമല്ല
ഈ ബിംബിസാരൻ മാരിറ്റൽ റിലേഷൻഷിപ്പിലൂടെ, അതായത് വൈവാഹിക ബന്ധങ്ങളിലൂടെ ബിംബിസാരൻ മാരിറ്റൽ റിലേഷൻഷിപ്പിലൂടെ, വൈവാഹിക ബന്ധങ്ങളിലൂടെ മറ്റുള്ളവരുമായിട്ട് ബന്ധങ്ങൾ സ്ഥാപിക്കുകയും അവരുമായിട്ട് സൗഹൃദ ബന്ധങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ വൈവാഹിക ബന്ധങ്ങളുടെ അദ്ദേഹം സൗഹൃദം സ്ഥാപിക്കുന്നത്? ഇപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരാളുമായിട്ട്, ഒരു കുടുംബവുമായിട്ട് വിവാഹം കഴിക്കുന്നു. സ്വാഭാവികമായിട്ട് നമുക്ക് ആ ഒരു കുടുംബം എന്താകും, നമ്മളുടെ ബന്ധുക്കളായിട്ട് മാറുന്നു. അപ്പോൾ അവർ നമ്മളുടെ അടുത്ത് എന്തിനു വരില്ല? യുദ്ധങ്ങൾക്കോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ഇൻവേഷൻസിനോ വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് ബിംബിസാരൻ ഇത്തരത്തിലുള്ള വൈവാഹിക ബന്ധങ്ങളിലൂടെ, മാരിറ്റൽ റിലേഷൻഷിപ്പിലൂടെ മറ്റ് രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റ് റീജിയൻസിനെ തങ്ങളുടെ പൊളിറ്റിക്കൽ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അദ്ദേഹം മാരിറ്റൽ റിലേഷൻസുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ ബിംബിസാരൻ യുദ്ധത്തിൻ്റെ വഴിയാണ് തിരഞ്ഞെടുത്തിരുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? മഗധ എന്ന് പറയുന്ന എംപയറിനെ അല്ലെങ്കിൽ ഹര്യങ്ക ഡൈനാസ്റ്റിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടും മറ്റുള്ളവരെ കോൺക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ ബിംബിസാരൻ വാർഫെയർ ആയിരുന്നു, അല്ലെങ്കിൽ പാത്ത് ഓഫ് വാർ ആയിരുന്നു അദ്ദേഹം തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. ബിംബിസാരൻ പലതവണ അംഗ മഹാജനപദയെ ഡിഫീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ്റെ അകത്ത് ആർമി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എക്കോണമി ഉണ്ടായിരുന്നു, ജുഡീഷ്യൽ സിസ്റ്റംസുകൾ ഉണ്ടായിരുന്നു. ഈ പറയപ്പെടുന്ന എല്ലാ ഘടകങ്ങളും, എല്ലാ അഡ്മിനിസ്ട്രേറ്റീവ് ഫാക്ടേഴ്സുകളും വളരെ ഇഫക്റ്റീവും സ്ട്രോങ്ങുമായിരുന്നു ബിംബിസാരൻ്റെ കാലഘട്ടത്തിൽ. ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് ആരാണ്? ബിംബിസാരൻ്റെ മകനായിട്ടുള്ള അജാതശത്രുവാണ്. ഈ അജാതശത്രു ബിംബിസാരനെ വധിച്ചുകൊണ്ട് അധികാരത്തിൽ വന്ന വ്യക്തിയാണ്. ഏകദേശം BC 492 മുതൽ BC 460 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് അജാതശത്രു അധികാരത്തിൽ ഇരുന്നിരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ബുദ്ധിസ്റ്റ് ഫോളോവർ കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇവിടെ രാജഗൃഹത്തിൽ, മഗധയുടെ തലസ്ഥാനമായിട്ടുള്ള രാജഗൃഹത്തിൽ ആദ്യത്തെ ബുദ്ധിസ്റ്റ് കൗൺസിൽ സമ്മേളിക്കുന്നത്. ആരുടെ കാലഘട്ടത്തിലായിരുന്നു? അജാതശത്രുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ, അതല്ലെങ്കിൽ ബുദ്ധിസ്റ്റുകളുടെ, ബുദ്ധിസം എന്ന് പറയുന്ന മതത്തിൻ്റെ ആദ്യത്തെ കൗൺസിൽ അല്ലെങ്കിൽ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഈ അജാതശത്രുവിൻ്റെ കാലഘട്ടങ്ങളിലാണ്. ഏകദേശം അദ്ദേഹത്തിന് 16 വർഷങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട് വൈശാലി മഹാജനപദത്തെ അദ്ദേഹത്തിന് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, അദ്ദേഹം മറ്റുള്ളവരെ വധിക്കാൻ വേണ്ടിയിട്ട്, ബാറ്റിൽ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട്, വിജയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാർ ടെക്നിക്സുകളും വാർ മെഷീൻസുകളും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഹര്യങ്ക ഡൈനാസ്റ്റിയിലെ അടുത്ത പ്രൊമിനന്റ് റൂളറാണ് ഉദയഭദ്ര അല്ലെങ്കിൽ ഉദയൻ എന്നറിയപ്പെടുന്ന രാജാവ്. ഈ ഉദയൻ എന്ന് പറയുന്ന രാജാവ് അജാതശത്രുവിൻ്റെ മകനാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പാരമ്പര്യമായിട്ട് വരുന്ന രാജാക്കന്മാരാണ് കേട്ടോ. അപ്പോൾ ഈ ഉദയൻ രാജാവാണ് ആദ്യമായിട്ട് ക്യാപിറ്റൽ രാജഗൃഹത്തിൽ നിന്നും പാടലിപുത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തത്. ഈ ഹര്യങ്ക ഡൈനാസ്റ്റിയിലെ അവസാന റൂളേഴ്സുകൾ, പ്രൊമിനൻ്റ് ആയിട്ടുള്ള റൂളറും കൂടിയാണ് ഉദയൻ എന്ന് പറയുന്ന രാജാവ്. ഈ ഉദയന് ശേഷം 3 രാജാക്കന്മാർ ഹര്യങ്ക ഡൈനാസ്റ്റിയിൽ ഉണ്ടായിരുന്നു. അനിരുദ്ധ, നാഗദശക, മന്ദ തുടങ്ങിയിട്ടുള്ളവർ. പക്ഷേ ഇവർക്കൊന്നും തന്നെ തങ്ങളുടെ മുൻകാല രാജാക്കന്മാരെ പോലെ അല്ലെങ്കിൽ തങ്ങളുടെ മുൻഗാമികളെ പോലെ രാജ്യത്തെ ശക്തമായിട്ട് പിടിച്ചു നിർത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഹര്യങ്ക ഡൈനാസ്റ്റി തകർന്നു പോവുകയാണ് നമ്മൾ കാണുന്നത്. ഇനി അടുത്ത ഡൈനാസ്റ്റിയാണ് ശിശുനാഗ ഡൈനാസ്റ്റി. ഈ ശിശുനാഗ ഡൈനാസ്റ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞ ഹര്യങ്ക ഡൈനാസ്റ്റിയുടെ പതന കാലഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകൾ മഗധയിലെ ആളുകൾക്കിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ മന്ത്രിയായിരുന്ന, അതായത് ഹര്യങ്ക ഡൈനാസ്റ്റിയിലെ മന്ത്രിയായിരുന്ന ശിശുനാഗ ഈ റിവോൾട്ട് മുതലെടുക്കുകയും അദ്ദേഹം അവസാനത്തെ ഹര്യങ്ക രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ശിശുനാഗ ഡൈനാസ്റ്റിയുടെ ആവിർഭാവം. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആദ്യത്തെ റൂളർ എന്ന് പറയുന്നതും ശിശുനാഗയാണ്. ഈ ശിശുനാഗ കാശി മഹാജനപദത്തിലെ മന്ത്രിയായിരുന്നു. അദ്ദേഹം പിന്നീട് മഗധൻ എംപയറിന്റെ രാജാവായിട്ട് മാറുന്നു നമ്മൾ കണ്ടു കഴിഞ്ഞു. അദ്ദേഹം വീണ്ടും ക്യാപിറ്റൽ പാടലിപുത്രത്തിൽ നിന്നും രാജഗൃഹത്തിലേക്ക് തന്നെ മാറ്റുന്നു. അദ്ദേഹം BC 413 മുതലാണ് രാജാവായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അവന്തി എന്ന് പറയുന്ന മഹാജനപദത്തെ ഡിഫീറ്റ് ചെയ്യുകയും അതിന് തലസ്ഥാനമായിട്ടുള്ള ഉജ്ജയിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുകയും ചെയ്തു.
ഏകദേശം ഒരു 100 വർഷക്കാലത്തോളം മഗധൻ കിങ്ഡവും അവന്തി കിങ്ഡവും തമ്മിലുള്ള ആ ഒരു പോരാട്ടവും അദ്ദേഹം അവസാനിപ്പിച്ചു. ഇനി ശിശുനാഗന് ശേഷം അധികാരത്തിൽ വന്ന വ്യക്തിയാണ് കാലശോക. കാലശോക ശിശുനാഗന്റെ മകനായിരുന്നു. അദ്ദേഹം കാകവർണ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ കാലശോക എന്ത് ചെയ്തു? രാജഗൃഹത്തിൽ നിന്നും എഗെയിൻ പാടലിപുത്രത്തിലേക്ക് തലസ്ഥാനം മാറ്റി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് രണ്ടാമത് ബുദ്ധിസ്റ്റ് കൗൺസിൽ വൈശാലിൽ വെച്ച് സമ്മേളിക്കുന്നത്. ഇനി അടുത്ത ഡൈനാസ്റ്റിയാണ് നന്ദ ഡൈനാസ്റ്റി. അപ്പോൾ ഈ നന്ദ ഡൈനാസ്റ്റിയാണ് മഗധയിലെ ആദ്യത്തെ നോൺ ക്ഷത്രിയ ഡൈനാസ്റ്റി ആയിട്ട് വരുന്നത്. ആദ്യത്തെ റൂളറാണ് മഹാപത്മനന്ദ. മഹാപത്മനന്ദൻ കാലശോകയെ വധിച്ചുകൊണ്ട് BC 345 മഗധൻ എംപയറിലേക്ക് കടന്നു വരുന്നു. ഇവിടെ നന്ദന്മാരെ, അതായത് ഈ നന്ദ ഡൈനാസ്റ്റിയിലെ റൂളേഴ്സുകളൊക്കെ നമ്മൾ അധർമ്മികരായിട്ടാണ് കാണുന്നത്. കാരണം ഇവർ ധർമ്മ അതല്ലെങ്കിൽ ഒരു മതത്തെയും ഇവർ ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കൂടാതെ ഈ മഹാപത്മനന്ദൻ ഏകദേശം 28 വർഷക്കാലത്തോളം നന്ദ ഡൈനാസ്റ്റിയിലൂടെ മഗധ രാജ്യത്തെ ഭരിച്ചു. അദ്ദേഹം രാജ്യത്തെ എക്സ്പാൻഡ് ചെയ്യുന്നു. കുരു മഹാജനപദം വടക്ക് മുതൽ ഗോദാവരി റിവർ വരെയും, അതുപോലെ തന്നെ മഗധ ഈസ്റ്റ് നർമ്മദ മുതൽ വെസ്റ്റ് ഭാഗങ്ങളിലേക്കുമാണ് ആ കാലഘട്ടങ്ങളിൽ നിലവിലുണ്ടായിരുന്നത്. അതുകൂടാതെ ഈ മഹാപത്മനന്ദ കലിംഗയെയും ആക്രമിച്ച് കീഴടക്കുന്നു. അദ്ദേഹം ഉഗ്രസേന എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം ഈ മഹാപത്മനന്ദന്റെ കീഴിൽ സുശക്തമായിട്ടുള്ള ഒരു സൈന്യം തന്നെ നിലവിലുണ്ടായിരുന്നു. കൂടാതെ ഈ നന്ദന്മാർ പൊതുവെ റിച്ച് ആയിരുന്നു. അതുകൂടാതെ ഇവർ ഭയങ്കര ക്രൂവൽ നേച്ചറുള്ള ആളുകളായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. മഹാപത്മനന്ദന്റെ ആർമിയിൽ ഏകദേശം 2 ലക്ഷത്തോളം ഫുഡ് സോൾജിയേഴ്സും 60,000ഓളം കാവൽറീസും അതുപോലെ തന്നെ ഏകദേശം 6,000-ൽ അധികം എലഫന്റ് സോൾജിയേഴ്സും ഉണ്ടായിരുന്നു. മഹാപത്മനന്ദന്റെ കാലഘട്ടത്തിൽ ആ സമൂഹത്തിലെ ടാക്സ് എന്ന് പറയുന്നത് വളരെ വലിയ രീതിയിലായിരുന്നു. ഇത് ആളുകൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതെന്ത് ചെയ്യുന്നു? ആളുകളിലേക്ക് ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്നതിലേക്ക് മാറുന്നു. ഇനി മഹാപത്മനന്ദന് ശേഷം വന്ന ഭരണാധികാരിയാണ് ധനനന്ദൻ. ഈ ധനനന്ദനാണ് നന്ദ ഡൈനാസ്റ്റിയിലെ അവസാനത്തെ റൂളറായിട്ട് കണക്കാക്കപ്പെടുന്നത്. ഈ ധനനന്ദൻ ഗ്രീക്ക് ഇൻസ്ക്രിപ്ഷൻസിൽ അഗ്രമസ് എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ധനനന്ദന് തൻ്റെ പിതാവിൻ്റെ അടുത്ത് നിന്നും മഗധൻ എംപയർ ലഭിക്കുന്ന സമയത്ത് രാജ്യം വളരെ വിശാലമായ ഒന്നായിരുന്നു. അപ്പോൾ ധനനന്ദനും തൻ്റെ പിതാവിനെ പോലെ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏകദേശം 2 ലക്ഷത്തോളം ഇൻഫാൻട്രിയും 20,000-ഓളം കാവൽറിയും 3,000-ഓളം എലഫന്റ് റൈഡേഴ്സുകളും 2,000-ഓളം ചാരിയറ്റുകളും ഉണ്ടായിരുന്നു. ധനനന്ദൻ നന്ദോപകർമ്മണി എന്ന് പറയുന്ന ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്, ഒരു മെഷറിംഗ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അദ്ദേഹം വളരെ ഹാർഷായിട്ടുള്ള ഒരു റൂളറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കീഴിലും ടാക്സ് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മഗധയിലെ ജനങ്ങളെ ഇത് ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കുന്നുണ്ട്. അങ്ങനെ ഈ അവസരങ്ങളൊക്കെ മുതലെടുത്തുകൊണ്ട് അവസാനത്തെ നന്ദരാജാവായിരുന്ന ധനനന്ദനെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് മൗര്യൻ എംപയറിൻ്റെ ഫൗണ്ടറായിട്ടുള്ള ചന്ദ്രഗുപ്ത മൗര്യ അധികാരത്തിലെത്തിക്കൊണ്ട് ആദ്യത്തെ മഗധൻ എംപയറിനെ അവസാനം കുറിക്കുന്നു. ശേഷം ആൻഷ്യൻ ഇന്ത്യ കണ്ട എക്കാലത്തെയും ഏറ്റവും വലിയ ആദ്യത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള അഡ്മിനിസ്ട്രേഷനുള്ള മൗര്യൻ എംപയറിനെ ചന്ദ്രഗുപ്ത മൗര്യൻ അടിത്തറയിട്ടുകൊണ്ട് അദ്ദേഹം അധികാരത്തിൽ വരുന്നു. അപ്പം ഇതൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ടും റൈസ് ഓഫ് മഗധയെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ആദ്യം പറയുന്നത് എന്താണ്? ഏകദേശം 4-ാം നൂറ്റാണ്ടായപ്പോഴേക്കും BC 4-ാം നൂറ്റാണ്ടായപ്പോഴേക്കും എന്ത് ചെയ്യുന്നുണ്ട്? മഗധ എന്ന് പറയുന്നത് മറ്റ് മഹാജനപദങ്ങളിൽ നിന്നും ഏറ്റവും പ്രൊമിനൻ്റ് ആയിട്ടുള്ള ഒരു മഹാജനപദമായിട്ട് മാറുന്നു. ഈ മഗധയിലാണ് ആദ്യമായിട്ട് കിങ്ഡങ്ങൾ, രാജവംശങ്ങൾ സ്ഥാപിക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും 4 ഫാക്ടേഴ്സുകൾ കൊണ്ടാണ് മഗധ വളരെ പ്രൊമിനൻ്റ് ആയിട്ട് മാറിയത്. ഒന്നാമത്തേത് ജോഗ്രഫിക്കൽ ഫാക്ടറാണ്, രണ്ടാമത്തേത് പൊളിറ്റിക്കൽ ഫാക്ടറാണ്, മൂന്നാമത്തേത് എക്കണോമിക് ഫാക്ടേഴ്സുകളാണ്, നാലാമത്തേത് കൾച്ചറൽ ഫാക്ടേഴ്സുകളാണ്. അതിനുശേഷം നമ്മൾ ഡൈനാസ്റ്റികളെ കടന്നു വരുമ്പോൾ 3 ഡൈനാസ്റ്റികളാണ് ആദ്യകാലങ്ങളിൽ മഗധ ഭരിച്ചിരുന്നത്. ഒന്ന് ഹൈര്യങ്ക ഡൈനാസ്റ്റിയാണ്. അതിൻ്റെ അകത്ത് വരുന്ന റൂളേഴ്സുകൾ ആരൊക്കെയാണ്? ബിംബിസാരൻ, അതുപോലെ തന്നെ അജാതശത്രു, ദെൻ ഉദയൻ.
അതിനുശേഷം വരുന്ന ഡൈനാസ്റ്റിയാണ് ശിശുനാഗ ഡൈനാസ്റ്റി. അതിലെ റൂളേഴ്സുകളായിരുന്നു ശിശുനാഗൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു റൂളറായിരുന്നു കാലശോക. ഈ കാലശോകനെ ഇല്ലാതാക്കിക്കൊണ്ട് മറ്റൊരു ഡൈനാസ്റ്റി അധികാരത്തിൽ വരുന്നു. അതായിരുന്നു നന്ദ ഡൈനാസ്റ്റി. മഹാപത്മനന്ദനും അതുപോലെ തന്നെ ധനനന്ദനുമാണ് ഈ പറയപ്പെടുന്ന നന്ദ ഡൈനാസ്റ്റിയിലെ പ്രൊമിനന്റ് റൂളേഴ്സുകളായിട്ട് വരുന്നത്. അവസാന റൂളറായിട്ടുള്ള ധനനന്ദനെ സ്ഥാനഭ്രഷ്ടനാക്കിക്കൊണ്ട് അവിടെ ചന്ദ്രഗുപ്ത മൗര്യൻ കൗടില്യന്റെ സഹായത്തോടെ മൗര്യൻ എംപയർ സ്ഥാപിക്കുന്നു. താങ്ക് യു.